ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പഴശ്ശി വിപ്ലവമാണ്. പഴശ്ശി വിപ്ലവം നമ്മുടെ PSC ബുള്ളറ്റിൻ വഴിയും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വഴിയും നമുക്ക് പഴശ്ശി വിപ്ലവത്തിലെ എല്ലാ ഫാക്ട്സും നമുക്ക് പഠിക്കാം. അതായത് നമുക്ക് ഏതൊരു എക്സാം ആയിക്കോട്ടെ, ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ LPSC UPSCയുടെ ടൈം ടേബിൾ സിലബസ് വന്നപ്പോഴും എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പഴശ്ശി വിപ്ലവം എന്നത് എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ UPSC ഒക്കെ എഴുതുന്ന ടീച്ചർ ടെസ്റ്റ് എഴുതുന്നവർക്ക് എല്ലാവർക്കും എന്താ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാതെ പോകാനേ പറ്റില്ല, കാര്യം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ തന്നിരിക്കുന്ന നമ്മുടെ LDCയുടെ സിലബസാണ്. LDCയുടെ സിലബസിലും എന്താണ്, മൊത്തം ചരിത്രത്തിൽ നിന്ന്, അതായത് കേരളം, ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി എല്ലാത്തിൽ നിന്നും കൂടി 5 മാർക്കാണെങ്കിൽ പോലും നമുക്ക് എന്താണ്, കേരള ഹിസ്റ്ററിയിൽ ഉള്ള ടോപ്പിക്കാണ് ഈ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. അതേപോലെ ഏതൊരു എക്സാം എടുത്താലും, PSCയുടെ എക്സാം എടുത്താലും ഈ പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതുവരെ ചോദിച്ചിരിക്കുന്ന അത്യാവശ്യം എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡെപ്യൂട്ടി കളക്ടർ എക്സാമിന് വരെ പഴശ്ശി വിപ്ലവത്തെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കാതെ എന്തായാലും ഒരു PSC ഒരു ബേസ് തുടങ്ങുന്നൊരു കുട്ടിയാണെങ്കിൽ പോലും എന്ത് വേണം, പഴശ്ശി വിപ്ലവം നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് നമുക്ക് പഠിക്കാം. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയല്ലാത്തതേത്? കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. കേരള സിംഹം എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഇതായിരുന്നു UP സ്കൂൾ ടീച്ചർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ. അതേപോലെ 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്. ഈ 2 ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പഴശ്ശി വിപ്ലവം എന്ന ടോപ്പിക്ക് നമുക്ക് PSC ബുള്ളറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, പഴശ്ശി സമരങ്ങളെന്നും പറഞ്ഞ് PSC ബുള്ളറ്റിൽ തന്നിട്ടുണ്ട്. അതായത് 1793 മുതൽ 1805 വരെ നടന്ന കാലഘട്ടത്തിൽ നടന്ന സമരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പഴശ്ശി സമരങ്ങളെന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ ആദ്യത്തെ ശക്തവും ജനകീയവുമായ സമരം നടത്തിയത് വടക്കൻ കോട്ടയത്തെ ആരാണ്, കേരളവർമ്മ പഴശ്ശിരാജയാണ്. ആരാണ് വടക്കൻ കോട്ടയം, ഇപ്പോൾ കോട്ടയത്തെ രാജാവായിരുന്നു. കോട്ടയം രാജകുടുംബത്തിൻ്റെ ഒരു ശാഖയായ പുറനാട്ടു സ്വരൂപത്തിലെ പടിഞ്ഞാറേ കോവിലകത്താണ്. അപ്പോൾ ഏതാണ് രാജകുടുംബം, ഏതാണ്, പുറനാട്ടു സ്വരൂപത്തിലെ രാജാവായിരുന്നു ആര്, പഴശ്ശി രാജാവ്. അങ്ങനൊരു ഫാക്റ്റായിട്ട് നമുക്ക് ചോദിക്കാം, പഴശ്ശി രാജാവിൻ്റെ ഏത് കുടുംബത്തിലുള്ളതായിരുന്നു, അല്ലെങ്കിൽ പുറനാട്ടു സ്വരൂപത്തിലെ രാജാവായിരുന്നു. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരാം. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്താക്കി ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ സിംഗിൾ ക്വസ്റ്റ്യനായിട്ട് പഠിച്ചാലും മതി, നമുക്കത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരുമ്പോഴേക്കും നമുക്കത് എഴുതാൻ പറ്റും. പണ്ടത്തെ പോലെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ട് പഠിക്കേണ്ട, ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിഞ്ഞ് വേണം നമുക്ക് ഇനി മുതൽ PSCക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, കോട്ടയം രാജകുടുംബത്തിൻ്റെ ഒരു ശാഖയായ പുറനാട്ടു സ്വരൂപത്തിലെ പടിഞ്ഞാറേ കോവിലകത്താണ് പഴശ്ശിരാജയുടെ ജനനം. ഇംഗ്ലീഷുകാരും മൈസൂരുമായുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജ ഇംഗ്ലീഷുകാരുടെ പക്ഷത്തായിരുന്നു. അപ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു, ഇംഗ്ലീഷുകാരും മൈസൂരുമായുള്ള യുദ്ധത്തിൽ. എന്നാൽ പിന്നീട് അവർ പഴശ്ശിയോട് നീതിരഹിതമായ സമീപനമാണ് പുലർത്തിയത്. പഴശ്ശിക്ക് സ്വന്തം രാജ്യം നഷ്ടമായി. മാത്രമല്ല കോട്ടയം രാജ്യത്തിൻ്റെ ഏതാനും ഭാഗത്ത് നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുറുമ്പനാട് രാജാവായ വീരവർമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആർക്കാണ് കുറുമ്പനാട് രാജാവായ വീരവർമ്മ എന്ത് ഏൽപ്പിച്ചു, കോട്ടയം സ്ഥലത്തെ നികുതി പിരിക്കാനുള്ള അവകാശം. പഴശ്ശിയുടെ മാതുലനായിരുന്നു കുറുമ്പനാട്ട് രാജാവ്. അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് വിരുദ്ധ വികാരം മുതലെടുത്ത പഴശ്ശിരാജ ഒരു ജനകീയ സമരം ആവിഷ്കരിച്ചു. നികുതി പിരിവിനെ എതിർത്ത പഴശ്ശി കമ്പനിയെ ധിക്കരിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ ഭരണം നടത്തി. പഴശ്ശിയുടെ കലാപത്തെ അമർച്ച ചെയ്യാൻ കമ്പനി നടപടികൾ ആരംഭിച്ചു. പഴശ്ശി വയനാടൻ വനാന്തരങ്ങളിലേക്ക് പിൻവാങ്ങി. ഒളിപ്പോർ തന്ത്രം ഉപയോഗിച്ചു. പഴശ്ശിയുടെ ഗറില്ല യുദ്ധമുറകളിലൂടെ കമ്പനിക്ക് പല തിരിച്ചടികളും നേരിടേണ്ടി വരുന്നു. കണ്ടോ, ഈ ഒരു ഫാക്റ്റ് ഇങ്ങനെ തന്നെ നമ്മളതിൽ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. തൽഫലമായി 1797 കമ്പനി പഴശ്ശിയുമായി ഒരു താൽക്കാലിക സന്ധിക്ക് തയ്യാറായി. അതുപ്രകാരം കുറുമ്പനാട്ട് രാജാവിനെ നികുതി പിരിക്കാനുള്ള അവകാശം റദ്ദാക്കി. കൂടാതെ പഴശ്ശിക്ക് പ്രതിവർഷം 8000 രൂപ പെൻഷൻ അനുവദിക്കുകയും ചെയ്തു. ഈ യുദ്ധവിരാമത്തിന് മധ്യസ്ഥ വഹിച്ചത് ആരായിരുന്നു, ചിറക്കൽ രാജാവ്. അപ്പോൾ പഴശ്ശിയും കമ്പനിയും തമ്മിലുള്ള യുദ്ധത്തിന് മധ്യസ്ഥത വഹിച്ചത് ആരായിരുന്നു, ചിറക്കൽ രാജാവ്. ആർക്കായിരുന്നു ബ്രിട്ടീഷ് അവരെ നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തത്, കുറുമ്പനാട്ട് രാജാവിന്.
1799 1799 നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധാനന്തരമുണ്ടായ ഉടമ്പടി പ്രകാരം വയനാട് പ്രദേശം കൂടി ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ ഏത് യുദ്ധമാണ്? പഴശ്ശിയുടെ രണ്ടാം വിപ്ലവം തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള കാരണമായിരുന്നു ഏത്? നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധാനന്തരം എന്ത് ലഭിച്ചു ബ്രിട്ടീഷുകാർക്ക്? വയനാട് പ്രദേശം കൂടി ലഭിച്ചു. എന്നാൽ പഴശ്ശി വയനാടിന് മേൽ അവകാശം ഉന്നയിക്കുകയും ബ്രിട്ടീഷുകാരെ എതിർക്കുകയും ചെയ്തു. രണ്ടാം പഴശ്ശി സമരം എന്നറിയപ്പെടുന്ന ഈ സംഘർഷം ആരംഭിച്ചത് 1800-ലാണ്. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം ആരംഭിച്ചത് എന്നാണ്? 1800-ൽ. ആരൊക്കെയായിരുന്നു സഹായിച്ചത്? നായന്മാർ, അതേപോലെ കുറിച്യർ, മാപ്പിളമാർ തുടങ്ങിയവരുൾപ്പെടുന്ന വലിയ സൈന്യത്തെ അദ്ദേഹം സജ്ജമാക്കി. കമ്പനി സൈന്യവും പഴശ്ശിയുടെ സൈന്യവും തമ്മിൽ നിരവധി ഏറ്റുമുട്ടലുകളുണ്ടായി. തലശ്ശേരി സബ് കളക്ടറായി ചുമതലയേറ്റ തോമസ് ഹാർവേ ബാബർ പഴശ്ശിയെ തോൽപ്പിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു. 1805 നവംബർ 30 പുൽപ്പള്ളി മാവിലന്തോടിന് സമീപം വെച്ചുണ്ടായ ഏറ്റുമുട്ടൽ അദ്ദേഹം എന്ത് ചെയ്തു? മരണമടഞ്ഞു. അതെന്താണ്? ആത്മഹത്യയാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ അന്നാണ് അദ്ദേഹം മരണമടഞ്ഞത്. 1805 നവംബർ 30-നാണ് പഴശ്ശി രാജാവും മരണപ്പെട്ടത്. എവിടെ വെച്ചിട്ട്? മാവിലന്തോടിന് സമീപം. പഴശ്ശി കുടീരം മാനന്തവാടിയിലും പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലും പഴശ്ശി അണക്കെട്ട് കണ്ണൂർ ജില്ലയിലുമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? പഴശ്ശി കുടീരം എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹിൽ. പഴശ്ശി അണക്കെട്ട് കണ്ണൂർ ജില്ല. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ആരൊക്കെയാണ് അദ്ദേഹത്തെ സഹായിച്ചത്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ രാജയുടെ ഉദ്യമങ്ങളിൽ പിന്തുണ പകർന്നവരാണ്. പഴശ്ശിയുടെ വലങ്കൈയായിരുന്ന മറ്റൊരു പ്രമുഖനാണ് ആര്? എടച്ചേനക്കുങ്കൻ. പഴശ്ശിയെ സഹായിച്ച് കുറിച്യ നേതാവാരാണ്? തലക്കൽ ചന്തു. അപ്പോൾ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ രാജയുടെ ഉദ്യമങ്ങളിൽ പിന്തുണ നൽകി. അതേപോലെ ഇടച്ചേനക്കുങ്കൻ, തലക്കൽ ചന്തു. ചിലപ്പോൾ ചോദിക്കാം 4 പേരുടെ പേര് തന്നിട്ട് ഇതിൽ ആരാണ് സഹായിച്ചതെന്ന് അല്ലെങ്കിൽ സഹായിക്കാത്തതെന്ന് അങ്ങനെയൊക്കെ ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഇവരുടെ 4 പേരുടെ പേര് തന്നിട്ട് 1, 2 സഹായിച്ചവരെ 2, 3 അങ്ങനെയൊക്കെ നമുക്ക് PSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല തലശ്ശേരി താലൂക്കിലാണ്. അപ്പോൾ പുരളിമല എവിടെയാണ്? തലശ്ശേരി താലൂക്കിൽ. പുരളിമല. കോട്ടയം രാജാക്കന്മാരുടെ മറ്റൊരു പേരാണ് പുരളീശ്വരന്മാർ. അപ്പോൾ കോട്ടയം രാജാക്കന്മാരുടെ മറ്റൊരു പേരെന്തായിരുന്നു? പുരളീശ്വരന്മാർ. ശ്രീ പോർക്കലി ഭഗവതിയാണ് അവരുടെ പരദേവത. പഴശ്ശിയെ തോൽപ്പിക്കാൻ പരിശ്രമിച്ച ബ്രിട്ടീഷ് മേജർ ജനറലായിരുന്ന ആർതർ വെല്ലസി അക്കാലത്ത് ഗവർണർ ജനറലായിരുന്ന റിച്ചാർഡ് കോളിംഗ് വെല്ലസിയുടെ അനുജനായിരുന്നു. റിച്ചാർഡ് കോളിംഗ് വെല്ലസിയുടെ കാലാവധി 1805 മാർച്ചിൽ അവസാനിച്ചതിനെ തുടർന്ന് ഇരുവരും സ്വദേശത്തേക്ക് മടങ്ങി. സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ PSC ബുള്ളറ്റിനിൽ പഴശ്ശി വിപ്ലവത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എക്സ്ട്രാ കുറച്ച് ഫാക്ട്സും കൂടി നോക്കാം. ഇത് നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് PSC വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫാക്ട്സാണ്. മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി സമരങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്താനുള്ള കാരണം എന്തായിരുന്നു? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിന്മേൽ അവകാശവാദം ഉന്നയിച്ചത്. ഇത് ആദ്യത്തെ പഴശ്ശി വിപ്ലവം 1-ാം പഴശ്ശി വിപ്ലവത്തിൻ്റെയും ഇത് 2-ാം പഴശ്ശി വിപ്ലവത്തിൻ്റെയും കാരണമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയാണേത്? പുരളിമല. പുരളീശ്വരന്മാർ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാക്കന്മാർ അല്ലേ? കോട്ടയം രാജാക്കന്മാരായിരുന്നു എന്തറിയപ്പെടുന്നത്? പുരളീശ്വരന്മാർ എന്നറിയപ്പെട്ടത്. പഴശ്ശി രാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാൾ. അപ്പോൾ പഴശ്ശി രാജയുടെ രാജവംശം ഏതായിരുന്നു? കോട്ടയം രാജവംശം. അത് സ്ഥാപിച്ചതാരാണ്? ഹരിചന്ദ്ര പെരുമാൾ. പുരളിശെമ്മൻ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. ബ്രിട്ടീഷ് രേഖകൾ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് പൈച്ചിരാജ എന്നും കെട്ടിയോട്ട് രാജ എന്നുമാണ്. അപ്പോൾ പുരളിശെമ്മൻ, പൈച്ചിരാജ, കെട്ടോട്ടി രാജ ഇതെല്ലാം ആരാണ്? പഴശ്ശിരാജാവാണ്. 1-ാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ് 1793 മുതൽ 1797 വരെ. 2-ാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ഏതാണ്? 1800 മുതൽ 1805 വരെ. 1805 നവംബർ 30 അദ്ദേഹം മാവിലാന്തോട് വെച്ച് മരണപ്പെടുകയുമുണ്ടായി. 1-ാം പഴശ്ശി കലാപം നിർത്തലാക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായത് ചിറക്കൽ രാജാവ്. 2-ാം പഴശ്ശി കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷ് സേന വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചത് 4-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലി നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണേത്? കോൽക്കാർ.
പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആര്? ആർതർ വെല്ലസ്ലി. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഏത്? ഗറില്ല യുദ്ധം. ഒളിപ്പോര് നടത്താൻ പഴശ്ശിയെ സഹായിച്ചത് ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജയുടെ സർവ്വസൈന്യാധിപനാണ് ആര്? കൈതേരി അമ്പുനായർ. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1802 പനമരം കോട്ട പിടിച്ചെടുത്തത്. തലക്കൽ ചന്തു സ്മാരക സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പനമരത്താണ്. ഇനി കുറച്ച് പുസ്തകങ്ങൾ നോക്കാം. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KKN കുറുപ്പ്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരള മഹാകാവ്യം. അപ്പോൾ വീരകേരള മഹാകാവ്യം ആരെ പറ്റിയുള്ള പുസ്തകമാണ്? പഴശ്ശിരാജാവിനെ കുറിച്ച്. ആരെഴുതിയതാണ്? കൈതക്കൽ ജാതവേദൻ. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം എഴുതിയതാരാണ്? മുണ്ടക്കയം ഗോപി. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തതാരാണ്? ഹരിഹരൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1797 മാർച്ച് 18 ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് പെരിയ ചുരത്തിൽ വെച്ച് പഴശ്ശിപ്പട ആക്രമിച്ചത്? മേജർ കാമറോൺ. ഇത് റെയറായിട്ട് പക്ഷേ ഇത് ചോദിച്ചിട്ടുണ്ട്. 1797 വരെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം. അതിൽ മാർച്ച് 18 എന്ത് ചെയ്ത്? ബ്രിട്ടീഷുകാരെ പെരിയ ചുരത്തിൽ വെച്ച് പഴശ്ശിപ്പട ആക്രമിച്ചു. ആരുടെ നേതൃത്വത്തിലായിരുന്നു അത്? മേജർ കാമറോണിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്ക് ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവ്. തലക്കൽ ചന്തു സ്മാരകം പനമരത്ത്. പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടറാണ് തോമസ് ഹാർവി ബേബർ. ഓക്കെ, നോക്കിക്കേ, പഴശ്ശി സ്മാരകം നമ്മൾ നേരത്തെ പറഞ്ഞു. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂർ. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹിൽ. പഴശ്ശി ഗുഹ എവിടെയാണ്? മലപ്പുറം. പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട്. പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ. അതേപോലെ തലക്കൽ ചന്തു സ്മാരകം പനമരത്ത്. പഴശ്ശി സ്മാരകം മാനന്തവാടി. പഴശ്ശി ഡാം കണ്ണൂർ. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി ഗുഹ മലപ്പുറം. കോഴിക്കോട് അല്ലെങ്കിൽ ഈസ്റ്റ് ഹിൽ എന്തരും കേട്ടോ. പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ് പഴശ്ശിരാജ കോളേജ്. പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂർ. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരാണ് പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത്. കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു അല്ലേ? ഇത് ശരിയായ പ്രസ്താവനയല്ലേ? നമ്മൾ പഠിച്ചില്ലേ? കോട്ടയം രാജാവായിരുന്നു ആര്? പഴശ്ശിരാജൻ. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു എന്നാണ്. കേരള സിംഹം എന്നറിയപ്പെട്ടു. ഇത് ശരിയായ പ്രസ്താവനയാണ്. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഇതും ശരിയായതാണ്. കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. ഇത് മൂന്നും ശരിയാണെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. ഒരെണ്ണം ആൻസർ എന്തായാലും വേണമല്ലോ. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കേരള സിംഹം അല്ലേ? കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയ വ്യക്തിയാണ് ആര്? സർദാർ KM പണിക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? 1797. 1795 ആരംഭിച്ചു, 1797 അവസാനിച്ചു. പൈച്ച് രാജ്യം എന്നും കെട്ടിയോട്ട് രാജ്യം എന്നും അറിയപ്പെട്ട ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവാണ് ആര്? പഴശ്ശിരാജ. പൈച്ച് രാജ്യ അഥവാ കെട്ടിയോട്ട് രാജ. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? പുരളിശെമ്മൻ എന്നറിയപ്പെട്ടതും ആരാണ്? പഴശ്ശിരാജാവാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പോളങ്ങളിൽ പട്ടാളക്കാരെ നിയോഗിച്ചത്. കുറുമ്പനാട്ട് രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത്. ടിപ്പു സുൽത്താൻ്റെ പതനം. ഏതായിരിക്കും ആൻസറായിട്ട് വരുന്നത്?
ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു എന്ത് സംഭവിക്കാനുള്ള കാരണം? ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. 2021 ചോദിച്ച ക്വസ്റ്റ്യനാണ്. പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ആരാണ് എഴുതിയത്? സർദാർ KM പണിക്കർ. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളിമല ഏതാണ്? പഴശ്ശി വിപ്ലവം. പുരളി ചെമ്മന്മാർ എന്നറിയപ്പെടുന്ന, പുരളി ചെമ്മൻ എന്നറിയപ്പെട്ട ആരാണ്? നമ്മുടെ പഴശ്ശിരാജയാണ്. പുരളീശ്വരന്മാർ എന്നറിയപ്പെട്ട ആരാണ്? കോട്ടയ രാജവംശത്തെ രാജാക്കന്മാരാണ് എന്ത് പുരളീശ്വരന്മാർ എന്നറിയപ്പെട്ടത്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്. കറുവാത്തോട്ടം എവിടെയാണ്? പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് തകർക്കപ്പെട്ടതാണ്. നിലമ്പൂർ, താന്നിത്തോട്, പേരാമ്പ്ര, അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അഞ്ചരക്കണ്ടിയിലായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതുമായ, ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം. ഇതിങ്ങനെയും ചോദിക്കാം, ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി എന്ന് പറയുന്നത് എവിടെയാണത്? കണ്ണൂർ ജില്ലയിലാണ് അഞ്ചരക്കണ്ടി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാൽ സ്ഥാപിതമായത്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതാണ്. എന്നാണ്? 1767 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതാണ് അഞ്ചരക്കണ്ടി എന്ന കറുവാത്തോട്ടം. ഓക്കെ. ഹൂ റോട്ട് ദ ബുക്ക് പഴശ്ശി സമരങ്ങൾ? പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇത് നമ്മുടെ സെയിൽസ് അസിസ്റ്റന്റ് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മൾ പറഞ്ഞതാണ് പുസ്തകങ്ങളിൽ KN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത്, ഇത് 2017 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആരാണ് കേരള സിംഹം? പഴശ്ശിരാജ. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ്, അല്ലേ? ഒരു ചരിത്ര നോവലായിരുന്നു അത്. അതിലാണ് അദ്ദേഹം എന്ത് വിശേഷിപ്പിക്കുന്നത്? പഴശ്ശിരാജയെ കേരള സിംഹം. വിച്ച് among the following revolt കൈതേരി അമ്പുനായർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത യുദ്ധം ഏതാണ്? പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവമാണ് കൈതേരി അമ്പുനായർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതേതാണ്? ഡെപ്യൂട്ടി കളക്ടർ. 2019 ഡെപ്യൂട്ടി കളക്ടർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട സൈനിക മേധാവിയാണ് ആര്? ആർതർ വെല്ലസ്ലി. 2008 ചോദിച്ച ക്വസ്റ്റ്യൻ. ആർതർ വെല്ലസ്ലി ആണ് ആര്? പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട സൈനിക മേധാവി. പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട പർവ്വത മേഖലയാണ് ഏത്? പുരളിമല. ഓക്കെ. അപ്പോൾ അത്യാവശ്യം കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇതുവരെ ചോദിച്ചിരിക്കുന്നത്. എല്ലാ ടോപ്പിക്കും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ടോപ്പിക് വൈസ് തീർത്ത് പോകുക. എക്സാം ഇതാന്ന് പറയുന്ന മുമ്പ് നമ്മുടെ മുന്നിലെത്തും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്